കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധിയെ പുകഴ്ത്തി മുൻ പാകിസ്ഥാൻ മന്ത്രി ചൗധാരി ഫവാദ് ഹുസൈൻ രംഗത്ത് വരികയാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു ഉയർന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചെറുമകൾ പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗ് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നതിനാണ് പ്രിയങ്ക ഗാന്ധിയെ മുൻ പാകിസ്ഥാൻ മന്ത്രി ചൗധാരി ഫവാദ് ഹുസൈൻ പ്രശംസിച്ചത്. ഇത്തരം ധൈര്യം കാണിക്കാത്തതിന് പാകിസ്ഥാൻ പാർലമെന്റ് അംഗങ്ങളെ ഫവാദ് ഹുസൈൻ വിമർശിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഉയർന്ന സ്വതന്ത്ര സമര സേനാനിയുടെ ചെറുമകളിൽ നിന്നും നമുക്ക് മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക? പ്രിയങ്ക ഗാന്ധി പന്നിക്കൂട്ടങ്ങൾക്കിടയിൽ തലയുയർത്തി നിന്നു. ഒരു പാകിസ്ഥാൻ പാർലമെന്റ് അംഗവും ഇത്രയും ധൈര്യം കാണിച്ചിട്ടില്ല. നാണക്കേട്, മുൻ മന്ത്രി പറയുകയുണ്ടായി. ഡിസംബർ 16-നാണ് പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗുമായി വയനാട് MP പാർലമെന്റിലെത്തിയത്. വളരെ വലിയ വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഞാൻ എന്ത് ധരിക്കണമെന്നും എന്ത് കൈക്കൊള്ളണമെന്നും ഞാൻ തീരുമാനിക്കും എന്നത് പ്രിയങ്ക ഗാന്ധിയുടെ നല്ലൊരു സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നിരുന്നു. നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ ഇതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യവും നിലനിൽക്കുകയായിരുന്നു. എന്നാൽ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലസ്തീൻ നേതാവുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം മുൻ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന രൂക്ഷ പ്രവർത്തനങ്ങളെ അപലപിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അവിടെയുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പാലസ്തീനും ഗാസയ്ക്കും വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പാലസ്തീൻ ഐക്യദാർഢ്യ ബാഗ് ഉപയോഗിച്ചത് ഒരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, സ്വതന്ത്ര രാജ്യമായ ഇന്ത്യയിൽ എന്തും ധരിക്കാനും എന്ത് കൈകാര്യം ചെയ്യാമെന്നും നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതിനെ വിമർശിക്കാൻ ഒരുപക്ഷെ ആർക്കും സാധിക്കില്ല. കേന്ദ്ര ഭരണകൂടം പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് പ്രിയങ്ക ഗാന്ധി.